ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് ഇന്നൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വ്ളോഗിന് കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഫ്രണ്ടിൽ നമ്മൾ ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന കുറേ ഭാഗമൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇതുപോലെ സ്റ്റോണ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തില്ല, ഇപ്പോൾ പണി കഴിഞ്ഞപ്പോഴാണ് കാണിക്കുന്നത്. പിന്നെ ഇതേ രാവിലെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി മൺഡേത്തെ വീഡിയോ ആണ്. ഞാൻ ബുധനാഴ്ച ഉംറക്ക് കരിപ്പൂർന്ന് യാത്ര തിരിക്കും. അപ്പോൾ അതിൻ്റെ തൊട്ട് 2-3 ദിവസങ്ങൾ മുമ്പത്തെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു എമോജി ആയിട്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. രാവിലത്തെ അങ്കമാണ് ഈ കാണുന്നത്. ഇച്ച് ബേബീനെ വിളിച്ചു വിടുമ്പോഴേക്കും നമ്മളൊരു പരുവാകും കേട്ടോ. ആദ്യം പക്ഷേ വിളിച്ച ഉടനെയൊക്കെ എണിക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ കുട്ടിക്ക് ചെറിയ മടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതേ അയൺ ചെയ്യാനുള്ള യൂണിഫോം കാര്യങ്ങളൊക്കെ ഇതേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്യാപ്പിൽ നമ്മുടെ ഹെയ്സുവിനെ എണിപ്പിച്ചു. ഹെയ്സു പോയി കുളിച്ചിട്ട് വന്ന് ഇതേ അവൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മുടി കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുകയാണ്. ഞാനും ഉംറക്ക് പോകേണ്ടതെന്ന് പറയണതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ എന്നെ തോന്നുകയാണെങ്കിലും പല സമയത്ത് ഞാനിങ്ങനെ ഒരു ഭയങ്കര ഡെസ്പായിട്ട് അങ്ങനെ ഇരിക്കുക. വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക, അത് എഡിറ്റ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാനോ ഒന്നും തന്നെ ഒരു എന്തോ ഒരു മനസ്സിന് എന്തോ ഒരു സംതിങ് പറയില്ലേ എന്ന പോലെ ആയിരുന്നു. അപ്പോൾ അതുവരെയും പാക്കിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഏതുവരെയെന്നറിയോ, സൺഡേ വരെയും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആരുടെ കൂടെയാണ് പോകുന്നതെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പിലാണ് പോകുന്നത്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ രണ്ടാമത്തെ ആങ്ങളെയും ആങ്ങളുടെ വൈഫ് ഷഫയും പിന്നെ അവരുടെ മൂന്നാമത്തെ കുട്ടിയും കൂടിയുണ്ട്. അവരുടെ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പോകണമെന്ന് കുറേ ആയിട്ട് ഇങ്ങനെ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കണമൊക്കെ ഉണ്ടായിരുന്നു. ശരി, അത് ആ വിശേഷങ്ങൾ ഞാൻ പിന്നെ പറയാം. അതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പാല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ അവിടെ കുടിക്കാൻ. അപ്പോൾ പാല് കാച്ചാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മക്കളെ വിട്ടിട്ട് പോകുന്ന ആ ഒരു ഫീലിങ്സ് എന്തായാലും നമുക്ക് ഉണ്ട് എനിക്ക്. അപ്പോൾ പോണതിന് മുമ്പ് അവരെ ഒന്ന് ഹാപ്പി ആക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് അവരുടെ കൂടെയുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യാണ്. ഇച്ചു ബേബി ഞാൻ എങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞാൽ അമ്മി പോകണ്ട, അമ്മീനെ വേണം, അമ്മീനെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ സോപ്പിട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ ഇങ്ങനെ പോവാണ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവൾ മറന്നു. ഇനി പോകുന്ന സമയത്തായിരിക്കും അവളുടെ കരച്ചിൽ കാര്യങ്ങളൊക്കെ വരാം. നമ്മൾ മക്കളെ കുറിച്ച് ആലോചിച്ചിട്ട് ശരി ഇനി മക്കൾ വലുതായിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം പിന്നെ അതുപോലെ സമ്പത്ത് ഇതൊക്കെ എല്ലാ സമയത്തും നമുക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് കൂടുതലൊന്നും ആലോചിച്ചില്ല. എന്തായാലും പോയി കഴിഞ്ഞാൽ എനിക്ക് കുറേ എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടും എന്നൊരു തോന്നലൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഡേറ്റിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചില്ല, പൈസൻ്റെ കാര്യങ്ങൾ ആലോചിച്ചില്ല, ഒന്നും ആലോചിക്കാതെ ഓക്കേ എന്ന് മാത്രം പറഞ്ഞു. ബാക്കിയൊക്കെ റബ്ബ് എളുപ്പമാക്കി തരും എന്നൊരു തോന്നൽ എനിക്ക് വന്നു കേട്ടോ. സാധാരണ എല്ലാവരും ഇപ്പോൾ കുട്ടികളൊക്കെ വലുതായി നമ്മുടെ ബാധ്യതകളൊക്കെ തീർന്നിട്ട് പോകാമെന്നല്ലേ കരുതുക. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യം വേണം. മാക്സിമം ആ ഒരു സമയം നമ്മൾ അവിടെ കൂടുതലായിട്ട് നമുക്ക് നടക്കാനും അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എനിക്ക് എന്തോ ഒരു ആശ്വാസം അവിടെ നിന്ന് ഞാനിങ്ങനെ പെട്ടിയിലെടുത്ത് കൊണ്ടുവരും എന്നുള്ള വിചാരത്തിലാണ് ഈ പോണത്. പിന്നെ നമ്മുടെ റനക്കുട്ടി ഉണ്ട്. അപ്പോൾ റനക്കുട്ടീനോട് പറഞ്ഞു കുട്ടികൾക്ക് ഒന്ന് തലജീവ് കൊടുക്കടാ എന്ന് എനിക്കൊരു ഷൂട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റനക്കുട്ടി അവരിനെ ഒരുക്കി എനിക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാക്കിങ് കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ മൺഡേത്തെ ആയിരുന്നു. അപ്പോൾ തലേ ദിവസം സൺഡേ നമ്മുടെ കംപ്ലീറ്റ് പാക്കിംഗ് അല്ല, ഡ്രസ്സുകൾ മാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സാറ്റർഡേ പോയിട്ട് 1-2 ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് കുട്ടികളുടെ ഫാമിലിയിലുള്ള ഒരാളുടെ ഷോപ്പാണ് കേട്ടോ. സൂഫി എന്ന് പറഞ്ഞിട്ട് സുൽത്താൻ പേട്ടിൽ അവരുടെ ഷോപ്പിൽ നിന്നാണ് എടുത്തത്. നല്ല ഡ്രസ്സായിരുന്നു. പിന്നെ അതിൻ്റെ തലേ ദിവസം ഷൂസൊക്കെ ഒന്ന് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു, ചെരുപ്പും. അപ്പോൾ എനിക്ക് താത്ത ഷൂസ്
കഴുകി തന്നു. അങ്ങനെ അത് ഉണക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ ഈ ഒരു ഷൂ. ഞാൻ മുമ്പ് ചൈനയിൽ പോയ സമയത്ത് വാങ്ങിയതായിരുന്നു. ഒരു പ്രത്യേക ഇഷ്ടമാണ് ഈ ഷൂവിനോട്. കാരണം എന്താണെന്ന് വെച്ചാൽ നടക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. അപ്പോൾ ആ ഷൂ ജസ്റ്റ് ഒന്ന് വെയിലിൽ വെച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേ ചുച്ചുക്കുട്ടിക്ക് ഐലൈനർ ഇതുപോലെ സൈഡിൽ 2 വാലിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റാനക്കുട്ടി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെയ്സൂന് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ഇങ്ങനെ ഉമ്മ വെക്കണം, എന്നിങ്ങനെ കെട്ടിപ്പിടിക്കണം. ചില സമയം അവൻ കെട്ടിപ്പിടിക്കുമ്പോണ്ടല്ലോ, ഇന്ന് രാവിലെ, അതായത് വോയിസ് ഓവർ കൊടുക്കുന്ന രാവിലെ ഞാൻ ഭയങ്കര ആകെ മൂഡ് ഓഫായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അധികം ആരോടൊന്നും സംസാരിക്കുന്ന ഒന്നുമില്ല. അപ്പോൾ രാവിലെ അവൻ റെഡിയായി കഴിഞ്ഞതിന് ശേഷം എന്നെ വന്നൊന്ന് ഹഗ് ചെയ്ത് കേട്ടോ. ഞാനൊന്ന് ടൈറ്റായിട്ട് ഹഗ് ചെയ്ത്. ആ സമയത്ത് എനിക്ക് എന്തൊക്കെയോ ഒരു ഫീല്, നമുക്ക് നഷ്ടപ്പെട്ട എന്തൊക്കെയോ കിട്ടിയ പോലെയൊക്കെ എനിക്കിങ്ങനെ തോന്നി. പെട്ടെന്ന് എൻ്റെ കണ്ണ് നിറയുകയും ചെയ്തു. അവനത് ശ്രദ്ധിക്കുകയും ചെയ്തു. അവൻ അങ്ങനെ എന്നെ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് അപ്പുറത്തേക്ക് പോയി. അതായത് വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം, ഇന്ന് നിങ്ങൾ വീഡിയോ കാണുന്ന ദിവസം കേട്ടോ. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ദിവസം എനിക്ക് ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ലുണ്ടാവില്ല. മനസ്സിൽ കുറേ ആദ്യമായിരിക്കും ഇത്ര സമയത്തിനുള്ളിൽ നമുക്കിതൊക്കെ കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു തലേ ദിവസം. എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ കഴിക്കുന്ന സമയത്ത് ഒരു 2-3 വായി ദോശ വാരി തന്നു. അത് കഴിച്ചു കേട്ടോ. പിന്നെ മക്കൾക്ക് പുറത്തിങ്ങനെ നീറ്റ് ആയിട്ട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ അവരോട് എപ്പോഴും പറയും നീറ്റാക്കി തരാം നിങ്ങൾക്ക് കളിക്കാനും വേണ്ടിയിട്ട് എന്നൊക്കെ. അപ്പോൾ അവർ കുറച്ച് നേരം അവിടെ ഓടിക്കളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ തേച്ചു ബേബിക്കും ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പാല് വേണോ? എത്ര നേരം? ഇന്ന് പാല് കുടിക്കണ്ട. കുടിക്കണ്ട. എങ്ങനെ പറഞ്ഞേ? ചെയ്. അമ്മ കാണിച്ചു തന്നോ നോക്കട്ടെ എങ്ങനെയാണ് ചെയ്യ്. അപ്പളെ പാടിയ പോലെ പാട്. ഇതൊക്കെ എവിടെ പഠിച്ച്? മനസ്സിൽ എൻ്റെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10-15 ദിവസം മക്കളെ വിട്ടിട്ട് പോവാണ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്, അപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവരുടെ മുന്നിൽ ഞാൻ അങ്ങനെ അധികം കാണിക്കലില്ല. കാരണം ചുച്ചു എന്നെ എപ്പോഴും വാച്ച് ചെയ്യും കേട്ടോ. എനിക്കെന്തെങ്കിലും വിഷമമുണ്ടോ, എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് റൂമിലൊക്കെ വന്നിങ്ങനെ നോക്കും, എന്താ അമ്മി എന്ന് പറഞ്ഞിട്ട്. പിന്നെ റനക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് അമ്മി ഓക്കെ അല്ലേ എന്നുള്ള പോലെ നോക്കും. ഹെയ്സ് വന്നിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കും. അവരുടെ മുന്നിൽ കാണിക്കാറില്ല. പിന്നെ നിങ്ങൾക്ക് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മക്കൾ ഇത്ര ദിവസം എന്ത് ചെയ്യും, എവിടെ ആക്കും എന്നുള്ളതൊക്കെ. ആദ്യമൊക്കെ എന്ന് പറയുന്ന സമയത്ത് അവരുടെ കാര്യങ്ങൾ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ഓക്കെ ഞാൻ ചെയ്യാം, ഞാനുണ്ട്, ഞാൻ ചെയ്തോളാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്. കാരണം ഇത് എൻ്റെ മാത്രം ഒരു ഇതായിട്ട് പഠിച്ചവർ നിശ്ചയിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഉത്തരവാദിത്തങ്ങളും കൂടെ ഏറ്റെടുക്കാമല്ലോ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വന്നിട്ടുണ്ട്. കാലങ്ങളാണല്ലോ നമ്മുടെ മനസ്സിലുള്ള ചിന്തകളും നമ്മുടെ നിലപാടുകളും കാര്യങ്ങളും സിറ്റുവേഷൻസൊക്കെ നമുക്ക് ചുറ്റുമുള്ളവരാണ് നമ്മളെ മാറ്റുക എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചില ബോൾഡായിട്ടുള്ള ഡിസിഷനൊക്കെ എടുക്കാനുള്ള തൻ്റെടും കാര്യങ്ങളും ഒക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സിലൂക്ക് എന്തേ തൻ്റെടും ഇല്ലേ, പിന്നെ ഇത്രയും ബോൾഡ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെണ്ണ് അവളങ്ങനെ ചിന്തിക്കും. ബട്ട് അങ്ങനെയൊന്നല്ല ഗായ്സ്, അതിൻ്റെയൊക്കെ ഒരു മറുവശം നമുക്കുണ്ട്. ആക്ച്വലി ഞാൻ അത്രയ്ക്ക് ബോൾഡോ അല്ലെങ്കിൽ ഞാൻ അത്രയ്ക്ക് സ്ട്രോങ്ങോ ഒന്നും അല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ആണെന്ന് എനിക്കും പല സമയത്തും തോന്നാറുണ്ട്. അപ്പോൾ മക്കൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരുടെ ലഞ്ച് ബോക്സിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊന്നും ആക്കി കൊടുക്കുകയാണ് കേട്ടോ.
വേണമെങ്കിൽ തിന്നോന്ന് എങ്ങനെ ഒന്നും കൂടി അപ്പൊ ഓക്കെ ഇന്നത്തെ ലഞ്ച് ജേഴ്സിയുടെ ഇന്ന് എന്ത് ജേഴ്സിയാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്? ഇങ്ങോട്ടേക്ക് ദീദി ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുമ്പോ എല്ലാരും ഒന്നിച്ച് സ്യൂ എന്ന് പറയണം കേട്ടാ. ഓക്കെ ഇച്ചു നിക്ക്. ഓക്കെ ബാക്കിക്ക് നിക്കിച്ചു ഇച്ചുനെ കാണല്ലോ. ഓക്കെ 1 2 3 ക്രിസ്ത്യാനോ റൊണാൾഡോ. സീനല്ലേ റൊണാൾഡോ ഹാവ് അപ്പൊ ഇത് അതെ ഭംഗിയുടെ രഹസ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റൊമക്ക് ഉണ്ട്. അപ്പൊ ശരി പോവല്ലേ? അമ്മ പോയ എന്താ നിങ്ങള്? നമ്മൾ പോയാല് എന്ത് ചെയ്യും അമ്മ ഇല്ലാണ്ട്? ബോറടിക്കോ? ഫോർമാലിറ്റിക്ക് പറയണോ അവര് പാവം. ഇച്ചു ബേബിക്ക് പോണ ഇഷ്ടല്ല. എന്താ സത്തെ എനിക്കിഷ്ടമാണ്. അമ്മ അവനെ തല്ലണോ? അമ്മ പോണത് ഇഷ്ടാണല്ലേ പറഞ്ഞിട്ടാണ് തല്ലിയത്. ഇത് നോക്ക ഒരാള് എന്നെ കംഫർട്ട് ചെയ്യുന്നു. ഓ ഒരാള് തല്ലി, ഒരാള് റന ഞാൻ പോണത് ഇഷ്ടമാണ് പറഞ്ഞതിന് ഇവൻ പോയി തല്ലിയത്രേ. അപ്പൊ ഇച്ചു ബേബി പോയിട്ട് അവനെ സമാധാനിപ്പിക്കുക. അവളുടെ ദീദീനെ തല്ലിയത് അവനെ കുറ്റം പറയൂല. അതേപോലെ കുട്ടീനെ കംഫർട്ട്. ഇത് നോക്ക ഒരാൾ ഇപ്പൊ ഇരുന്ന് പഠിക്കണേ. ഇന്നലെ രാത്രി ഇതിനൊന്നും സമയം കിട്ടിയില്ല. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കാനുള്ളത്? ഞാനൊക്കെ കഴിഞ്ഞത് കാണുന്നത്. ആദ്യം പറയും വീഡിയോയിൽ എല്ലാരും കണ്ടിട്ട് നന്നായി പഠിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ നമ്മളൊക്കെ A for ആപ്പിൾ എന്നാ പഠിച്ച. അവള് A for ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇവർ B for ന്റെ ഫുൾ ഫോം ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പഠിപ്പിച്ച് മക്കൾക്ക് കുറച്ച് നേരത്തെ പോകണ്ടായിരുന്നു. പക്ഷെ അവർ ഇത്തിരി ലേറ്റ് ആയിട്ടോ. എനിക്കൊരു ഷൂട്ടും കൂടി ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലേക്ക്. അത് കഴിയുമ്പോഴേക്കും പിന്നെ ദേ ലേറ്റ് ആയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചതാണ് കേട്ടോ. നേരെ ടർഫിലേക്ക് വിടണം, ഗ്രൗണ്ടിലേക്ക് വിടണം. അവർക്ക് ഇന്ന് കളിയാണ് എന്ന് പറഞ്ഞിട്ട് അതാണ് അവർ ഈ ഒരു ടീഷർട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് പോകുമ്പോൾ എപ്പോഴും ഇവർക്ക് ഇങ്ങനെ ഓടി വന്ന് ഒരു കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും ഒക്കെ മസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു മൈൻഡും ഇതൊക്കെ ഒന്ന് മാറ്റുന്നത് ഈ മക്കൾ നമ്മുടെ കൂടെ ഇതേപോലെ അവരുടെ ആ ഒരു സന്തോഷം, അവരെ നമ്മൾ സന്തോഷിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനും കൊണ്ട് നമുക്കുണ്ടാവും. പിന്നെ അതേ ചുച്ചുക്കുട്ടി ഇറങ്ങിയിട്ടുണ്ട്. ചുച്ചുക്കുട്ടി 2 ദിവസം അമ്മാൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. കുറേ ആയിട്ട് അവിടെ വിടുന്നില്ലായിരുന്നു. പക്ഷേ വീണ്ടും ഇപ്പോൾ ഞാൻ പോവുമല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ചുച്ചുക്കുട്ടീനെ ഞാൻ നോക്കിക്കോളാം എന്നുള്ള നിലക്ക്.
ഇതേ പുറത്ത് അതിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇനി കാണിക്കാൻ പോകുന്നത് നമ്മുടെ സൺഡേത്തെ, ഇപ്പോൾ ഇതുവരെ കണ്ടത് നിങ്ങൾ മൺഡേത്തെ കാര്യങ്ങളാണ്. സൺഡേ കുറേ ദിവസമായി എൻ്റെ ഫ്രണ്ട്, അതായത് ലാസിമ അല്ലേ, ഡോക്ടർ ലാസിമ, നമ്മുടെ ആയുർവേദ ഡോക്ടർ, ആള് എന്നൊന്ന് കാണാൻ വരണം, ഉമ്മച്ചിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഇറങ്ങിയ സമയത്ത് അവർ വീടിൻ്റെ ഫ്രണ്ട് വരെ വന്നു. പക്ഷെ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടില്ലേ, ആ ദിവസം കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം വിളിച്ചപ്പോഴും പറ്റില്ല. പിന്നെ സൺഡേ റണക്കുട്ടിക്ക് നീറ്റിൻ്റെ എക്സാം ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാനാണ് അതിന് മുമ്പ് കൊണ്ടുവിട്ടത്. പിന്നെ കൊണ്ടുവിടാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു, റണക്കുട്ടീനോട് പോകാൻ പറഞ്ഞിട്ട് ലാസിമാനെ കൊണ്ട് ഞാൻ വരാൻ പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ അന്നത്തെ സൺഡേ ഫുള്ളായിട്ട് ഞാനൊന്ന് മൈൻഡ് റിലാക്സ് ചെയ്തിരിക്കണം എന്നുള്ളത് എനിക്കും തോന്നി. അപ്പോൾ അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നെയ്ച്ചോറും ബീഫും കറിയും കാര്യങ്ങളൊക്കെ വെച്ചതായിരുന്നു. അപ്പോൾ അവൻ ലാസിമയും ഉമ്മച്ചിയൊക്കെ വന്നിട്ട് കുറേ നേരം സംസാരിച്ച്, ഉമ്മച്ചിയൊക്കെ എന്താ പറയുക, ഇവരെങ്ങനെയാണെന്നറിയോ, ഭയങ്കര പരസ്പരം സ്നേഹമുള്ള ആൾക്കാരാണ്. അതേപോലെ നമ്മളോടും ഭയങ്കര അടുപ്പാണ്. ഒരുപാട് മുൻകാല ജന്മബന്ധം എന്നൊന്നും പറയാൻ പറ്റൂല. ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇച്ചു ബേബീൻ്റെ വയസ്സിൻ്റെ ആ ബന്ധമുള്ളൂ. അതിന് ശേഷം പക്ഷെ നമുക്കൊരു മുൻകാല ബന്ധം, ജന്മബന്ധം ഉള്ള പോലെ അത്രയ്ക്കും കണക്റ്റഡായിട്ട് അവർ എന്നോട് ഇങ്ങനെ സ്നേഹം കാണിക്കും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ എന്നെ മേ ബി അടുത്തറിഞ്ഞത് കൊണ്ടായിരിക്കാം. പുറത്തുനിന്നുള്ള ഒരാൾക്കാരെ പോലെയല്ല, എന്നെ കൂടുതലായിട്ട് ആൾ അടുത്തറിഞ്ഞിട്ടുണ്ട്. മുമ്പൊന്നും ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ബിസി ലൈഫിൽ കുറച്ച് ഞാൻ ടെൻസ്ഡാണ്, കുറച്ച് ബുദ്ധിമുട്ടുകൾ, തിരക്ക് കാര്യങ്ങളുണ്ട് എന്ന് അറിയുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ പിന്നെ ഓപ്പണായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പോൾ ആൾക്കും ഉമ്മച്ചിക്കും എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ എഫേർട്ടിനെ മനസ്സിലാക്കിയിട്ട് അതേപോലെ നമ്മുടെ കയ്യിൽ ഓപ്പണായിട്ട് ആ ഒരു എഫേർട്ട് നീ ഇടുന്നുണ്ട് എന്ന് നമ്മുടെ കയ്യിൽ മനസ്സിലാക്കി ഒരാൾ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമില്ലേ, അത് ലാസിമാൻ്റെ നിന്ന് എനിക്ക് കിട്ടും കേട്ടോ. ആൾ പറയും, എടാ നീ ചെയ്യുന്നത് അത്ര സിമ്പിളായിട്ടുള്ളൊരു സാധാരണ ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ഒറ്റയ്ക്ക് ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ ഇതൊരു SP അടിക്കുന്ന പോലെ അങ്ങനെ ഒന്നല്ല, ബട്ട് അത് കേൾക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കാൻ ഈ ഭൂമിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളൊരു ആശ്വാസം നമുക്ക് കിട്ടൂലേ. ആ ഒരു ആശ്വാസം ലാസിമാൻ ഫാമിലി എനിക്ക് തരുന്നുണ്ട്. ലാസിമ മാത്രമല്ല, ലാസിമാൻ്റെ ഉപ്പ, ഉമ്മച്ചി, ഇന്നമ്മ, അവരുടെ മക്കൾ പറഞ്ഞ പോലെ ദൂരെ എവിടെയോ കിടക്കുന്ന ലാസിമാൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് അവിടെ നിന്ന് ലാസിമാനോട് സംസാരിക്കുന്നതും ഒക്കെ. എനിവേ അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമുക്കും നമ്മളെ എന്താ പറയുക പരിഗണിക്കാനും മനസ്സിലാക്കാനും ആൾക്കാരുണ്ട് എന്ന് തോന്നില്ല. അങ്ങനെ മേ ബി പുറമേ നിന്ന് കാണുന്നവർക്ക് എന്നെ വേറൊരു രൂപത്തിലും വേറൊരു ഇതിലും ഇവൾ ഭയങ്കര അഹങ്കാരിയാണ് അങ്ങനെയൊക്കെ തോന്നാം. ബട്ട് ഇവരൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളെ അറിഞ്ഞ്, ഇപ്പോൾ ഈ ലാസിമ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഒരു പണിയും ഇല്ലാത്തത് കൊണ്ട് ഒന്ന് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയല്ല, നല്ല ബിസിയുള്ള, നല്ല തിരക്കുള്ള വലിയ ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടു പോകുന്ന, പോസ്റ്റ്നാറ്റൽ കെയർ സെൻറ്റർ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ഡോക്ടറാണ്. അവിടെ കുറേ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വേണ്ടി ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്ത് ഇവിടെ നിന്ന് എന്നെക്കൊണ്ടിപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലല്ല ഞാനെന്ന് മനസ്സിലാക്കി വന്ന് എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു തരാണ്. ഓരോ ഡ്രസ്സിൻ്റെ സംഭവങ്ങളൊക്കെ മാറ്റി എടുത്ത് വെച്ച് ഇന്ന ഭാഗത്ത് ഇന്നത് വെച്ചിട്ടുണ്ട്, കറക്റ്റായി ഓർമ്മയാക്കുക, ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ നോട്ട് ചെയ്ത് തരാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ സാധാരണ അങ്ങനെ ആരെയും അടുപ്പിക്കാറില്ല, ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല, അങ്ങനത്തെ ഒരാളാണ്. പക്ഷേ പിന്നെ എനിക്ക് തോന്നി എൻ്റെ ആരോ ആണ്, അപ്പോൾ വരട്ടെ, എനിക്ക് ചെയ്തു തരട്ടെ എന്നുള്ള പോലെ. കാരണം അവർ അത്രയ്ക്കും എന്നിൽ ഫ്രീഡം എടുക്കുന്നുണ്ട്. മീൻസ് എന്നെ അവരുടെ ഒരു ഫാമിലിയിലൊരാളായിട്ട് കാണുന്നുണ്ട്. അതുമാത്രമല്ല, എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ലാസിമാൻ്റെ ഉപ്പ, പറയാം കേട്ടോ എന്താ സംഭവം എന്നുള്ളത്. പിന്നെയല്ല, അന്നത്തെ ദിവസം ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ബാത്ത് ടവല്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, നൈറ്റ് ഡ്രസ്സും ഒക്കെ ആളെന്നെ വലിച്ചു കൊണ്ടുപോയി. അന്ന് വൈകുന്നേരം വിളിച്ചിട്ട് പോയി, പുറത്ത് കൊണ്ടുപോയി. ഞാൻ, എൻ്റെ അമ്മ, ലാസിമാൻ്റെ ഉമ്മച്ചി, മക്കളെല്ലാവരും കൂടെ പോയി എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിയിട്ട് വന്നതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഇരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നില്ല രാവിലെ. അപ്പോൾ പിന്നെ ഞാൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് പിന്നെ ഉപ്പ വന്നു, എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഉപ്പ ഞങ്ങൾ വരുന്ന വരെ അവിടെ വെയിറ്റ് ചെയ്ത് പോസ്റ്റായിട്ടിരുന്നു. അതിനുശേഷം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉപ്പ റൂമിലേക്ക് വന്നു. അന്ന സമയത്ത് ഇതേ നോക്കിക്കുക, എൻ്റെ ചെരുപ്പ് വരെ കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് എടുത്തു വെച്ച് തന്നു.
ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ജസ്റ്റ് എന്താ പറയുക ഇതൊന്നും ചെയ്യൂല കേട്ടോ. കാരണം ഞാൻ അവരുടെ ആ ഒരു ക്യാരക്ടറാണ് പറയുന്നത്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഒരാളാണെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പെങ്കിലും ചെയ്താൽ ഞാൻ അത്രയ്ക്കും ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നന്ദിയുള്ള ഒരാളായിരിക്കും. അപ്പോൾ ഇത്രയും വലിയ കാര്യം ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് ഇത്രയും എഫേർട്ട് ഇട്ട് ഈ ഒരു ഫാമിലി എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും പറയുന്നത്. പിന്നെ അതിന് ശേഷം ഇത് ഇങ്ങനെ ഈ ക്ലിപ്പ് ഇടാൻ നോക്കിയ സമയത്ത് അതൊരു സൈഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രോളീൻ്റെ. അപ്പോൾ അതെന്താ ഇപ്പം ചെയ്യാന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഇപ്പോൾ വന്നിരുന്ന് അത് എനിക്ക് അവിടെ അത് സൂചിയേറ്റ് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അതേപോലെ ഇപ്പം അത്രയും സപ്പോർട്ടീവാണ് ലാസിമക്ക്. അതേപോലെ ലാസിമ അവർക്ക് അങ്ങോട്ടും ശരിക്കും അവരെ കണ്ട് ഈ ഒരു സ്നേഹമൊക്കെ പഠിക്കണം എന്ന് പറയില്ല, അതുപോലൊരു ഫാമിലി. മാഷാ അല്ലാഹ് എന്നും അത് നിലനിൽക്കട്ടെ. ഞാൻ എപ്പോഴും അവരെ കാണുമ്പോൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇതേ എൻ്റെ പാസ്പോർട്ട് വിസ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ എന്തെങ്ങനെയെന്ന് നിങ്ങൾ വിചാരിക്കും. പാസ്പോർട്ടിനും പിന്നെ അതുപോലെ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വിസയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെവി കാണുന്ന പോലെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുപ്പിച്ചതാണ് കേട്ടോ. ഇനി അതിനാരെങ്കിലും എന്നെ തെറി വിളിച്ചിട്ട് വരണ്ട ഗായ്സ്. പിന്നെ ഉപ്പ അതെല്ലാം കറക്റ്റാക്കിയിട്ട് പാസ്പോർട്ട് ഏത് ബാഗിൽ വെക്കണം എങ്ങനെ വെക്കണം, പിന്നെ ഫോട്ടോ നേരിട്ട് വെക്കണ്ട അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നു പറഞ്ഞിട്ട് വേറൊരു കടലാസിൽ പൊതിഞ്ഞ് എടുത്ത് തന്നു. എന്നിട്ടത് ആ ബാഗിലേക്ക് വെച്ചു. അപ്പോൾ അതിൻ്റെ ഈ സ്ട്രാപ്പ് വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അത് കുറേ നേരം ഇരുന്ന് അതും എനിക്ക് ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഉപ്പ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്താ പറയുക എൻ്റെ അത്തള്ള ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് തോന്നുന്ന ഒരു ഇതില്ല, ഒരു ഫീലും ഒരു ഇനി അങ്ങോട്ട് നമുക്ക് പകരം വയ്ക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. പക്ഷെ എന്തോ ആ ഒരു സ്ഥാനത്ത് കാണാൻ പറ്റിയ ഒരു മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഉപ്പ വെയിറ്റ് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് 30 പിന്നെ കയ്യിൽ കൊണ്ടുപോകാൻ 7 kg ആണ് പറ്റുക. അപ്പോൾ വെയിറ്റ് നോക്കിയപ്പോൾ അതൊരു 12.5 kg ആണ് ഉണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെ നാഷ്ട അവർ കഴിക്കുന്നില്ല, വേഗം പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പത്തിരി കാര്യങ്ങൾ. അങ്ങനെ അതൊക്കെ കഴിച്ചു. അത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുമ്പോൾ. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ ഇറങ്ങും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ദുആയിൽ ഉൾപ്പെടുത്തണം. അത്രത്തോളം മൈൻഡ് ഔട്ടായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. ഉംറക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ പഠിച്ചവൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് കുറേ മനസ്സമാധാനം കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ പോണത്.